ഗായകൻ ജാസി ഗിഫ്റ്റിന് ഈ അടുത്ത് ഒരു കോളേജ് പ്രോഗ്രാമിൽ നേരിടേണ്ടി വന്ന ദുരനുഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ സന്ദീപ് ദാസ് എന്ന ഒരാൾ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പോസ്റ്റിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ജാസി ഗിഫ്റ്റിനെ നാണം കെടുത്തിയ ആ കോളേജ് പ്രിൻസിപ്പൽ MG ശ്രീകുമാറിന്റെ ഗാനമേള തടസ്സപ്പെടുത്തുമോ? വിധു പ്രതാപിന്റെയോ കൃഷ്ണകുമാറിന്റെയോ മൈക്ക് പിടിച്ചു വാങ്ങാനുള്ള ധൈര്യം ആ പ്രിൻസിപ്പലിന് ഉണ്ടാകുമോ? പൊതുവേദിയിൽ വെച്ച് അതിക്രൂരമായി അപമാനിക്കപ്പെട്ട ജാസി ഗിഫ്റ്റ് എന്ന ഗായകനെ ഞാൻ ചേർത്തു പിടിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ സെന്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ ജാസി പാടുകയായിരുന്നു. പെട്ടെന്ന് കോളേജിന്റെ പ്രിൻസിപ്പൽ സ്റ്റേജിലേക്ക് കയറി വരികയും ജാസിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങുകയും ചെയ്തു. ഗാനമേള തടസ്സപ്പെടുത്തിയതിനെ കുറിച്ച് പ്രിൻസിപ്പൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇവിടെ പാടാനുള്ള അനുമതി ജാസി ഗിഫ്റ്റിന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു ഗായകൻ കൂടി പാടുന്നുണ്ട്. അത് ഈ കലാലയത്തിൽ അനുവദനീയമല്ല. എന്തൊരു വിചിത്രമായ വിശദീകരണം! സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും പ്രിൻസിപ്പലിനോട് യോജിക്കാനാവില്ല. അത്തരമൊരു നിബന്ധന ഉണ്ടായിരുന്നുവെങ്കിൽ ഗാനമേള ആരംഭിക്കുന്നതിന് മുമ്പ് ജാസിയെ അക്കാര്യം അറിയിക്കാമായിരുന്നല്ലോ. അതിനു പകരം പാതി വഴിയിൽ പാട്ട് മുറിച്ചു കളഞ്ഞ പ്രിൻസിപ്പലിന്റെ ഉള്ളിരിപ്പ് എന്താണ്? ജാസിക്കുണ്ടായ ദുരനുഭവം വേറെ ഏതെങ്കിലും ഗായകന് നേരിടേണ്ടി വരുമോ? ജാസിയെ അപമാനിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന ചിന്താഗതിയിലേക്ക് ആ പ്രിൻസിപ്പൽ എങ്ങനെയാണ് എത്തിയത്? നെഞ്ചമ്മ എന്ന ആദിവാസി ഗായികയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചപ്പോൾ ഉണ്ടായ ഒച്ചപ്പാടുകൾ ഓർക്കുന്നില്ലേ? ജാസി ഗിഫ്റ്റുമാരെയും നെഞ്ചമ്മമാരെയും അംഗീകരിക്കാൻ ചിലർക്ക് മടിയാണ്. പ്രിവിലേജ് അല്ലാത്ത മനുഷ്യരോട് തോന്നുന്ന ഒരു തരം പുച്ഛമാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആ പ്രിൻസിപ്പൽ. മലയാള സിനിമ ജാസി ഗിഫ്റ്റിനോട് വർണ്ണവിവേചനം കാണിച്ചിട്ടുണ്ട് എന്ന നിരീക്ഷണം ഒരുപാട് പേർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു പഴയകാല അഭിമുഖത്തിൽ ജാസി തന്നെ അക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ജാസി പാടിയ ലജ്ജാവതിയെ എന്ന ഗാനം കേരളത്തിൽ വൻ തരംഗമാണ് സൃഷ്ടിച്ചത്. പക്ഷേ പാരമ്പര്യവാദികൾക്ക് ആ പാട്ട് ഒട്ടും തന്നെ രസിച്ചിരുന്നില്ല. ശുദ്ധ സംഗീതത്തിന്റെ മരണത്തെക്കുറിച്ചും അത്രയേറെ ലേഖനങ്ങളാണ് അക്കാലത്ത് എഴുതപ്പെട്ടത്. ജാസി ഇന്നലെയും ഇന്നും അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. നാളെയും അത് തുടർന്നേക്കാം. പക്ഷെ ജാസി എന്ന ഗായകന്റെ പ്രസക്തിക്ക് ഒരു പോറൽ പോലും സംഭവിക്കില്ല. ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളും ജാസി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായി സൃഷ്ടിച്ചിട്ടുണ്ട്. മലയാളി ഉള്ളിടത്തോളം കാലം ലജ്ജാവതിയെ എന്ന പാട്ട് നിലനിൽക്കും. ചരിത്രം ജാസിയെ വാഴ്ത്തും. ജാസിയെ കല്ലെറിയുന്നവർ അക്കാര്യം ഓർത്തുകൊള്ളുക. ജാസിയോട് മര്യാദകേട് കാട്ടിയ പ്രിൻസിപ്പലിനെ കോളേജ് വിദ്യാർത്ഥികളും കൂവുകയും ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ആ കുഞ്ഞുങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അവർ വളർന്നു വരുമ്പോൾ ജാസി ഗിഫ്റ്റുമാർ അപമാനിക്കപ്പെടാത്ത ഒരു സമൂഹം ഇവിടെ ജന്മകൊള്ളും, തീർച്ച. റൈറ്റൺ ബൈ സന്ദീപ് ദാസ്. ജാസി ഗിഫ്റ്റിന് നേരിടേണ്ടി വന്ന ദുരനുഭവം സമൂഹത്തിൽ ചിലരെങ്കിലും അനുഭവിക്കുന്ന വിവേചനവും ഈ പോസ്റ്റിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ.